ശാസ്താംകോട്ട SI ഈ ക്ഷേത്ര മുന്നിൽ ഇവിടെയാണ് വന്നിരുന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഈ പൂക്കളം മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലാപം ആഹ്വാനം ചെയ്തു എന്ന് പേരെഴുതി നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമസ്തേ. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഈ കഴിഞ്ഞ തിരുവോണ ദിവസം ഈ അമ്പലത്തിന് മുന്നിൽ ഒരു പൂക്കളം ഇവിടുത്തെ നാട്ടിലുള്ള ചെറുപ്പക്കാർ നിർമ്മിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്താണ് നടന്നതെന്നുള്ളതെന്ന് പറയാം കേട്ടോ. ഇത് കൊല്ലം ജില്ലയിലെ മുതുപിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ഇത് കഴിഞ്ഞ 17 വർഷമായിട്ട് ഇവിടെ തിരുവോണ ദിവസം ഇവിടുത്തെ യുവാക്കൾ ചേർന്നിട്ട് ഒരു അത്തപ്പൂക്കളം ഇടുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ ഭരണസമിതി വന്ന് ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. അവർ വന്നതിന് ശേഷം ഇവിടെ പൂക്കളം ഇടാൻ പറ്റില്ല എന്ന് ഒരു സർക്കുലർ ഇറക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പൂക്കളം ഇടുമെന്ന് പറഞ്ഞപ്പോൾ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞങ്ങളെ ഒരു മധ്യസ്ഥ ഉണ്ടാക്കി 2 പേർക്ക് ഇവിടെ ഈ ഫ്രണ്ട് സ്ഥലം 2ആയിട്ട് ഭാഗിച്ചു കൊടുക്കുകയും അതിലൊരു ഭാഗം ഇവിടുത്തെ ചെറുപ്പക്കാർക്കും ഒരു ഭാഗം ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിയും പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അങ്ങനെയാണ്, ഈ വർഷം അതായത് ഒരു സ്ഥലത്ത് 2 പൂക്കളം ഒരേ സമയത്ത് ഇടുന്നു. അപ്പോൾ ഇത് 17 വർഷമായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ ഇട്ടുകൊണ്ടിരിക്കുന്ന പൂക്കളമാണ്, ചെറുപ്പക്കാർ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂക്കളം ഇട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ അതുവരെ ഇവിടെ പോലീസിൻ്റെ അറിവോടെ പോലീസിൻ്റെ സമ്മതത്തോടെയാണ് ഈ പൂക്കളം ഇവിടെ 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ മാത്രം ഇടുമായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഫോഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സെക്രട്ടറി വന്നതിന് ശേഷം ഈ പൂക്കളം കണ്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഇത് മായ്ക്കണം എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അവർ തെറ്റെന്താണെന്നല്ല പറയുന്നത്, അവർ പറയുന്നത് ഇത് മായ്ച്ചേ പറ്റും, ഇത് ഇവിടെ എഴുതാൻ പറ്റത്തില്ല, ഇവിടെ സംഘർഷ സാധ്യതയുണ്ട്, കലാപം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കലാപത്തിന് ചാർത്തുന്ന വകുപ്പ് ചേർത്താണ് 25 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ പാർട്ടി പത്രവും പാർട്ടി മാധ്യമവും തെറ്റായ വാർത്തകൾ കൊടുത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഫ്ലെക്സ് ബോർഡിനകത്ത് രഥത്തിൻ്റെ മുകളിലേക്ക് പാറി പറയുന്ന അതേ കൊടി തന്നെയാണ്, അതേ കളർ തന്നെയാണ് ഇത്. അതിനകത്ത് ഏതെങ്കിലും ഒരു കളർ വ്യത്യാസവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. അതിനകത്ത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ പേര് പോലും ഒന്നും ചിഹ്നങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. അത് നോക്കാവുന്ന കാര്യമുള്ളൂ. ഇതിനകത്ത് വളച്ചൊടിക്കുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിനെതിരാണ് ആദ്യം സംസാരിച്ചത്. അതിൻ്റെ പ്രോപ്പർ വീഡിയോ ഞങ്ങൾ ഈ സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു വിഷയം ചർച്ചയായപ്പോഴാണ് ഇതിന് കൊടിയിലേക്ക് വരുന്നത്. ആ കൊടി എന്നുള്ളതിനകത്ത് RSS നേരിട്ടില്ല, നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നെ ഇവിടെ ഇപ്പോഴും ആ പൂക്കളം മായാതെ തന്നെ കിടപ്പുണ്ട്, തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത്. എന്നിട്ട് അതിനകത്തിലെ കലാപത്തിന് കേസ് കൊടുക്കുക. അതിൽ 1ാം പ്രതി ഒരു എക്സ് സർവീസ്മാന്, 2ാം പ്രതിയായിട്ടുള്ള സർവീസ് പേഴ്സണാണ് എനിക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി കണ്ടാലറിയാൻ 25 പേര്. അതിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ഓപ്പറേഷൻ സിന്ധു എന്നുള്ളവരെ ഹൈലൈറ്റ് ചെയ്തു. ഇത്രയും വർഷം 10-15 വർഷമായിട്ട് ഇട്ട് വരുന്നതിനകത്ത് എന്തുകൊണ്ടാണ് ഇത്രയും നാളെ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നിരുന്ന? കഴിഞ്ഞ വർഷവും വന്ന് DYSPയുടെ നേതൃത്വത്തിൽ വന്ന് ഇവിടെ പൂക്കളം ഇട്ട് അത് അന്ന് മുതൽ ഇന്ന് വരെയും യാതൊരു തരത്തിലുള്ള കലാപവും ഈ പൂക്കളത്തിൻ്റെ പേര് ഉണ്ടായിട്ടില്ല. ഒരു കലാപം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ഇതിൻ്റെ പേരിൽ ഒരു അടി ഉണ്ടായിട്ടില്ല. പൂക്കളത്തിൻ്റെ പേര് എല്ലാ ജനങ്ങളും വന്ന് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിൽ ഇത് പബ്ലിഷ് ചെയ്ത കാര്യമാണ്. അത് ഇപ്രാവശ്യം വന്നപ്പോൾ എന്തുകൊണ്ട് മാറ്റം വന്നു? ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്നതുകൊണ്ടാണോ? ഇതായിരിക്കാം അവരുടെ പ്രശ്നം. അതിനെതിരെയാണ് കേസ് കൊടുത്ത്. അതും കേരളത്തിലെ ആദ്യത്തെ കേസാണ്, പൂക്കളം ഇട്ടതിന് പേരിലുള്ള ആദ്യത്തെ കേസ്. ഇപ്പോൾ 25 പേർക്കെതിരെ കേസ് എടുത്തു എന്ന് പറയുന്നത്. ഇപ്പോൾ കേസിൽ പ്രതിയാണെന്ന് താങ്കൾ സ്വയം പറയുകയും ചെയ്തു. പോലീസ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? പോലീസ് നിങ്ങളെ വിളിക്കുകയോ നിങ്ങൾക്കെതിരെ കേസുണ്ടെന്ന് പറയുകയോ ചെയ്തിരുന്നു? ഇന്നലെ രാവിലെ പൂക്കളമെല്ലാം ഇട്ടതിന് ശേഷം രാവിലെ ഏകദേശം ഒരു 8-8 മണിയായിരിക്കും ശാസ്താംകോട്ട SI ഈ ക്ഷേത്ര മുന്നിൽ ഇവിടെയാണ് വന്നിരുന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഈ പൂക്കളം മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലാപം ആഹ്വാനം ചെയ്തു എന്ന് പേരെഴുതി നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് അശോക് എന്നാണ്, എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ അഡ്രസ്സ് പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റു കുറച്ച് പേരുടെ പേര് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എന്തിനാണ് പേര് തന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പേര് കൊടുക്കണം. ഞാൻ പറഞ്ഞു സാറ് ഇവിടെ നിൽക്കുമല്ലേ, സാറിന് അറിയാമല്ലോ ഇതിനകത്ത് ആരൊക്കെയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തതെന്ന്, അവരുടെ പേരിൽ സാറ് പേരെടുക്കണം, കേസെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു.
നമസ്തേ. തട്ടല്ലേ കൈ തട്ടല്ലേ കൈ തട്ടല്ലേ കൈ തട്ടല്ലേ കൈ തട്ടല്ലേ കൈ തട്ടല്ലേ. സർ, പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് ഇതിനെതിരെ, എന്താണ് പറയാനുള്ളത്? ഒരു പൂക്കളം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. ശാസ്താംകോട്ട പോലീസ് 25 യുവാക്കൾക്കെതിരെയാണ് പ്രദേശത്തെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു. വണ്ടി 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 സൈഡ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അടയാളപ്പെടുത്തിയിരുന്നു. അത് കലാപാഹനത്തിന് തിരികൊളുത്തുമെന്ന് ആരോപിച്ചാണ് 25ഓളം യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്.